ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരുപാട് കാലത്തെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു കഥയാണ്, ഒരു യാത്രയും കൂടിയാണത് കേട്ടോ. കാലങ്ങളോളം കൊല്ലങ്ങളോളം കാത്തിരുന്ന് ലാസ്റ്റ് 2026 എനിക്ക് അവിടേക്ക് പോവാൻ ഭഗവാൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാവുന്നത്? അതെ, ഞങ്ങൾ കൊട്ടിയൂർക്ക് പോവാണ്. പുലർച്ചെ എണീറ്റ് കുളിച്ച് റെഡിയായി ജിജി എത്തി വണ്ടിയേറ്റ്. ഞാൻ, അമ്മ, അച്ഛൻ, ദേവേച്ചി, ആച്ചു, സുനിയേട്ടൻ. അപ്പം നമ്മളെ വണ്ടി എടുത്തില്ല, ജിജു വേറെ വണ്ടി കൊടുന്നു. അതിലാണ് യാത്ര. എല്ലാവരും കൂടിയിട്ട് പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഒരുപാട് കാലത്തെന്ന് പറഞ്ഞാൽ 1, 2, 3 കൊല്ലങ്ങളല്ല, ഒരുപാട് കാലത്തെ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പാണ് എൻ്റെ ഈ യാത്ര. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. കൊട്ടിയൂർ എങ്ങനെയാവും, ചില ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഈശ്വരായിക്ക് എന്നങ്ങനെ പോകാൻ പറ്റുക. ആ ടൈം ആകുമ്പോഴേക്ക് തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട സമയമാവും. അപ്പോൾ എനിക്ക് തീരെ പോവാൻ ഇന്നേ വരെ സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഭഗവാൻ നീ എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് ഭഗവാനെ. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. നല്ലൊരു അടിപൊളി ചായയും കുടിച്ച് ഒരു ദോശയും കഴിച്ച് ഞങ്ങൾ യാത്ര തുറന്നു. വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എക്സൈറ്റ്മെൻറ്റ് കാരണം. പക്ഷേ അച്ചുവിന് മരുന്ന് കൊടുക്കേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ചായ കുടിച്ചത്. ആർക്കും വിശപ്പില്ല, കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ എന്നങ്ങനെ പറഞ്ഞ് സംസാരിച്ചിരിക്കുക. പിന്നെ എന്തായാലും ഇനിയും പോവാണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം വെജിൻ്റെ കട കാണില്ല, നോൺ വെജ് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ ഹോട്ടലുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം പിന്നെ വെജിൻ്റെ കടയിൽ നിർത്തി ഞങ്ങൾ ചായ കുടിച്ച്. പക്ഷെ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, നല്ല മൂകാംബിക ക്ഷേത്രത്തേക്ക് പോകണ അതേ പ്രതിനിധി കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. കാടും കുന്നും മലയും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലങ്ങൾ നമ്മൾ മൂകാംബിക പോയവർക്കൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെയാണ്. ഒരു 36 കിലോമീറ്ററോളത്തെ ഉള്ളിലേക്കും ഇതേപോലെയാണ്. ഇത്ര വീടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാടും മലയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പ്രതിനിധിയാണ് മൂകാംബികയിൽ. അതാ ഒറ്റയ്ക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് ഉണ്ടാവുള്ളൂ ആ ഭാഗത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇളനീരഭിഷേകത്തിനുള്ള ആൾക്കാർ ഇളനീര് തൂക്കിയിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൊട്ടിയൂരെത്തിയപ്പോൾ കൊണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക, ഓടപ്പൂവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാള് കെട്ടിയിട്ട് അവർ തൂക്കിയിട്ട് കാണാൻ എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട് ഓടപ്പൂവ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കാരണം ഇരുവശങ്ങളിലും ഇതുപോലെ പന്തൽ കെട്ടിയിട്ട് നിറച്ച ഓടപ്പൂവ് തന്നെയാണ്. ഞങ്ങൾ ഒരു 2-ാം തീയതി പോയത്. അത്യാവശ്യത്തിന് തിരക്കുണ്ട്, എന്നാൽ അധികം തിരക്കില്ല എന്ന് പറയാം. ഇതിനെക്കാട്ടും നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കില്ല, പക്ഷെ തിരക്കുണ്ടേ. അപ്പോൾ ഞങ്ങൾ നല്ലതിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തോർത്തുമുണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കാഴ്ച നല്ല ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കന്നഡക്കാർ, അങ്ങനെ മലയാളീസ്, അങ്ങനെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടക്കാനായിട്ടില്ല കല്ല്, അവർ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അമ്മ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ചളിയായിരുന്നു ഇവിടെ, നടക്കാനും വഴുക്കുന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആകെ കരിങ്കല്ലിട്ട് പൊടിച്ചിട്ട് നടക്കാനേ പറ്റണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പ്രവേശിക്കുന്ന അവിടെ പുഴയുണ്ട്, പാലമുണ്ട്. പാലത്തിൽ കൂടെ കയറിയിട്ട് വേണം ഇപ്പുറത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് രസമാണ് കാണാനും. അപ്പോൾ ദേവിയേച്ചി ഇങ്ങനെ പറയേണ്ടത് ഞങ്ങൾ പോയപ്പോൾ അങ്ങനെയായിരുന്നു എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് പോവല്ലേ, അപ്പോഴേക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴക്കടയിലെത്തി കുളിക്കാൻ വേണ്ടിയിട്ട് പോവണം. ഫസ്റ്റ് ഇവിടുന്ന് കുളിച്ചിട്ട് വേണത്രേ അപ്പുറത്തേക്ക് പോവാം.
പോയവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടില്ലേ അതിൻ്റെ ഒരു ഇതാട്ടാ. അങ്ങനെ ദേവീച്ചി അമ്മയും കൂടി ഫസ്റ്റ് ഇറങ്ങി. അങ്ങനെ അവർ മുങ്ങിയിട്ട് ഒരു കല്ലെടുത്ത് മുങ്ങിയിട്ട് കല്ലെടുത്ത് ഒരതി കുറിയിടണം എന്ന് പറഞ്ഞ്. അപ്പം അവരുടെ പിന്നാലെയായിട്ട് അപ്പോൾ തുണിയിടം പറഞ്ഞ് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങിക്ക്. സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ കാര്യങ്ങൾക്ക് ഇഷ്ടമാണ്. അധികം വെള്ളം കാണുന്നതും പേടിയാണ്, മുങ്ങണതും പേടിയാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങണതും പേടിയാണ്. അപ്പോൾ അമ്മേനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ അമ്മ എന്നെ പിടിക്കണേ നോക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ അമ്മ ഇത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മയുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ മുങ്ങാൻ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ ഞാൻ കുളത്തിലോ പുഴയിലോ എന്തിലായാലും കുളിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ ബാക്കിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വെള്ളത്തിന് പേടിയുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ഇത്. അവയ്ക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊക്കെ ഒരിക്കലൊക്കെ കൊണ്ട് ബലിയിടാനൊക്കെ പോകുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം എൻ്റെ ബാക്കിൽ ഞാൻ ചേച്ചീനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിടിച്ച് നിർത്തുക, അല്ലെങ്കിൽ സുനിയേട്ടനെ പിടിച്ച് നിർത്തുക, സുനിയേട്ടനെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ മുങ്ങുക. അപ്പോൾ ഇവർ രണ്ടാളും എൻ്റെ ബാക്കിലുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ മുങ്ങൽ തിരിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കണം ഇവർ കയറിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ മുങ്ങിയിട്ട് 2 കല്ലെടുത്തിട്ട് വരതാൻ വേണ്ടി പറഞ്ഞു, കുറി ഇട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മുങ്ങി 3ാമത്തെ മുങ്ങലിൽ 2 വലിയൊരു കല്ലെടുത്ത് ഒരു കയ്യിലിട്ടിട്ട് മറ്റേ കല്ലിട്ടിട്ട് ഒരതിയിട്ടാണ്. നല്ല ഭസ്മത്തിൻ്റെ കളറാണ് വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടിയൂർ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അനിയത്തിൻ്റെ മോള് അമ്മൂട്ടി പറഞ്ഞു, വല്യമ്മ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിട്ട് ഒരതി കഴിഞ്ഞാൽ ഭസ്മാണ് കളറ് കിട്ടുകയാണെങ്കിൽ, ചാരക്കളർ ഭസ്മാണെങ്കിൽ ശിവൻ്റെയാണ്, പിന്നെ വെള്ള കളർ കിട്ടുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെയാണ്, അങ്ങനെയൊക്കെ റെഡ് കിട്ടുകയാണെങ്കിൽ ദേവിയുടെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരതിയപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല ഭസ്മത്തിൻ്റെ ആ വലിയ കല്ലെടുത്തിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത്ര വലിയ കല്ലെല്ലാം എടുക്കണ്ടേ, കുഞ്ഞ് കല്ലെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും മുങ്ങിയിട്ട് ഒരു കുഞ്ഞ് കല്ലെടുത്ത് ഓടുന്നിട്ട്. അപ്പോൾ പിന്നെ ഇവരും മുങ്ങിയിട്ട് കല്ലെടുത്തിട്ടാണ്. എന്നിട്ട് ഇവർ ഒരതാൻ വേണ്ടിയിട്ട് നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കയറണേ ദേവീച്ചി വീണു. ഈശ്വര, വെള്ളം നല്ല ഉണ്ടേനും അവിടെ കല്ലിൽ ഇതിൽ ചവിട്ടി ദേവീച്ചി വീഴാൻ പോയി. ഞാനും പിടിച്ച് അങ്ങനെ ദേവീച്ചിനെ നീപ്പിച്ച് ഒരു വിധത്തിൽ ഞങ്ങൾ കുറിയിടാൻ വേണ്ടിയിട്ട് ഒരതാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനും ദേവീച്ചി ഒരു കല്ലിലിട്ടിട്ട് ഒരതാണ് മത്സരമായിരുന്നു. അങ്ങനെ എനിക്ക് 2ാമത് കിട്ടിയത് വെള്ള കുറിയായിരുന്നു കേട്ടോ. ചന്ദനം പോലത്തെ നമുക്ക് പ്രസാദം കിട്ടില്ലേ, ഞാൻ നല്ല അമർത്തി പറയുന്നതാണ്. നോക്കിയപ്പോൾ എനിക്ക് വെള്ളക്കുറിയാണ് കിട്ടിയത്. അതൊക്കെ തൊട്ടിട്ട് ഞാൻ കുറേ നേരിട്ട് വരച്ചു. അപ്പം പറഞ്ഞു ഇത്ര നേരമൊന്നും അരയ്ക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരച്ചപ്പോൾ തന്നെ അങ്ങനെ വെള്ളക്കുറി ഫസ്റ്റ് കിട്ടിയപ്പോൾ ഭസ്മക്കുറിയായിരുന്നു. അതിന് അച്ഛനും വന്നിട്ട് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് ഞാൻ കുറിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് സുനിയേട്ടൻ പറഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങിയതാണ്, വേഗം വന്ന് തല തോർത്ത് അസുഖം വരും. ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ അധികം നേരം ഇതാവലില്ല, മുങ്ങി കുളിക്കൽ പറ്റില്ലല്ലോ. നമ്മൾ നാട്ടിലില്ലാത്തവരും ഇത് ശീലമില്ലാത്തവരാകുമ്പോൾ വേഗം വന്ന് പനി വരും ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ ഞാൻ വേഗം വന്ന് തലയൊക്കെ തോർത്തി ഇതായി. നല്ലപോലെ ഒന്നും തോർത്താൻ പറ്റില്ല, ഞാൻ നെറുകയൊന്നും ഇങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സുനിയേട്ടൻ ഇറങ്ങി. മൂപ്പര് ഇറങ്ങിയിട്ട് കുളിച്ച് റെഡ്. നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. ചിലവർ കുളിക്കാണ്ട് തന്നെ പോകണ്ടിട്ട്. ഈ കന്നഡയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊന്നും കുളിക്കണമെന്നില്ല, കാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് അവർ പോണത്. ചിലവർ കുളിച്ചിട്ട് പോകുന്നുണ്ട്, ചിലവർ കുളിക്കാണ്ട് പോകണമുണ്ട് കേട്ടോ. നമ്മുടെ ഒരുവിധം മലയാളീസൊക്കെ അങ്ങനെ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്, ഇല്ലാത്തവർ അങ്ങനെ കുളിക്കാണ്ടൊക്കെയാണ് പോകണത് കണ്ടിട്ട് ഞാൻ കണ്ട്. പിന്നെ കുളിച്ച് പോണവരെ കുളിക്കാത്തവർ തൊടാൻ പാടില്ല എന്ന് അവിടെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചില ചേച്ചിമാർ പറഞ്ഞതാണ്, അവിടെ അങ്ങനെ കുളിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ സുനിയേട്ടൻ കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് സുനിയേട്ടൻ കല്ലെടുത്ത് പോക്കറ്റിലിട്ട് എന്നിട്ട് തലയൊക്കെ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ തോർത്തിയിട്ട് മൂപ്പര് ഒരതാൻ വേണ്ടിയിട്ട് കല്ലൊരതി കുറി ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല വെള്ളം നല്ല ആഴത്തിലാട്ടോ, നല്ല ആഴണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്കാനും പറ്റുന്നില്ല കല്ലിലും. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഉപേക്ഷിച്ച് പോയ ഡ്രസ്സുകൾ അതിലൊക്കെ ചവിട്ടിയിട്ട് വിടാനൊക്കെ പോവുകയാണ്. അങ്ങനെ സുനിയേട്ടൻ വരുതി, സുനിയേട്ടൻ കുറിയിട്ട്, സുനിയേട്ടനും ചന്ദനാണ് കിട്ടിയിട്ട്, നല്ല വെള്ള ചന്ദനം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇതിലൂടെ നടപ്പന്തിലൂടെ നടന്ന് പോവുക കേട്ടോ. അവിടെ നിന്ന്
പോണവർ നടപ്പന്തലിൻ്റെ ഉള്ളിൽ കൂടിയും വരുന്നവർ പുറത്തു കൂടിയാണ്. അങ്ങനെ എത്ര സ്പീഡിലൊന്നും നടക്കാനൊന്നും പറ്റില്ല. അടി തെറ്റി ആന വീഴുമെന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണ്. വെള്ളം ചള്ളിയും അങ്ങനെ ആയിട്ട് കുളിച്ച് നമ്മൾ ഇറടഞ്ഞോടെ പോവല്ലേ. അപ്പം മെല്ലെ മെല്ലെ വഴിക്ക് വീഴുമോ എന്നുള്ള പേടിയോടെയാണ് ഇപ്പം നടക്കണത്. നടന്നതിനടുത്തൊക്കെ ഇങ്ങനെ വെള്ളതായിട്ട് ഇങ്ങനെ വഴുക്കൽ വന്നിട്ടുണ്ട്. ചളി കൂടിയാണ് ഇപ്പം നടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തി. എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വശങ്ങളിൽ ഓരോ ദൈവങ്ങളുടെ ഇതായിട്ട് വിചാരിച്ചിട്ട് അവിടെ ശൂലം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. 2 ആനകളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് പോയിട്ട് ആനേനെ തൊടണം എന്നിട്ടാ. അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ തൊടാൻ, പക്ഷെ അത്രത്തോളം പേടിയാണ്. അങ്ങനെ ഈ ഇരുവശങ്ങളിൽ ഒരു വശത്ത് നമ്മുടെ ചുക്ക് കാപ്പി, അതുപോലെ തന്നെ ചൂടുവെള്ളം ഒക്കെ കൊടുക്കണ്ടേ. നമ്മൾ ഈറനായിട്ട് വന്നിട്ട് നിൽക്കുകയല്ലേ, വെയിറ്റ് ചെയ്യല്ലേ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ദേവീനെ കാണാൻ. അപ്പോൾ ഇവർ കാപ്പി, വെള്ളം അങ്ങനത്തെ ഒക്കെ കൊടുക്കണ്ടേ. അതിന് ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല, ഇളം ചൂടുവെള്ളം. ഈ നനഞ്ഞ് നിൽക്കുമ്പോൾ പച്ചവെള്ളം കൂട്ടിയാലും ചൂടുവെള്ളമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അപ്പോൾ നിന്ന് ഞങ്ങൾ ക്യൂവിൽ ഇതായിട്ട് അത്യാവശ്യത്തിന് തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഇതിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇറങ്ങാൻ പറ്റി, ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേന് അവിടെ ശീവേലി ഉച്ചയ്ക്ക് ആയിട്ട് ശീവേലി തുടങ്ങിയ തടമ്പിൽ ആനയുടെ മീതെ ഭഗവാനും ദേവീനൊക്കെ എഴുന്നള്ളിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ അവിടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ നിൽക്കുന്നതിൽ നിന്ന് ഇങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ എന്താ പുഴുക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും കൊടുക്കേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടയിൽ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചന്ദന അരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവിടേക്ക് നമ്പൂരിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഷെഡ് പോലെ ഇങ്ങനെ കെട്ടിയെടുത്ത് ഓരോ ആൾക്കാരാണ് താമസിക്കുന്നത്. അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്പൂരി പൂജ ചെയ്യുന്ന ആൾ, അതിൻ്റെ ചുറ്റുപാടുള്ള ഓരോ ആൾക്കാർ, കർമ്മികൾ, ഓരോർക്ക് പേര് എഴുതിയിട്ട് അവരുണ്ട് താമസിക്കുന്ന ഷെഡ് കെട്ടിയിട്ട് കേട്ടോ. ഇതാണ് ഈ മെയിനായിട്ടുള്ള ഭഗവാനെ തൊഴുന്ന സ്ഥലം കേട്ടോ. അമ്മേ, ഞങ്ങൾക്കിങ്ങനെ വെയിറ്റ് ചെയ്യപ്പ് കാണുമോ, ഞങ്ങൾ ആഗ്രഹിച്ചത് ഇങ്ങനെ സഫലീകരിക്കാൻ പോവല്ലേ, വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ അവിടെയുള്ളൊരു ഏട്ടൻ ഇങ്ങനെ ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശിവേലി. അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ കൊണ്ട് മെയിൻ പൂജാരി വന്നിട്ടാണ് കുട ചൂടി വന്നിട്ട് മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് അത് തുടങ്ങുന്നത്. പിന്നെ കുറേ ആൾക്കാർ വിളക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഫസ്റ്റ്, പിന്നെ ഏറ്റവും ബാക്കിലായിട്ട് ആന തിടമ്പോട് കൂടിയിട്ട്, തിടമ്പ് ഭഗവാനെ ദേവീനെ എഴുന്നള്ളിക്കുന്നത്. നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പൊടിഞ്ഞിട്ട് ഈ സമയത്ത് പിന്നാണ്ട് മാറി. നല്ല ഇതിൽ മഴയില്ല, ഇങ്ങനെ തൂളിക്ക് ആണ്. കുട ഇങ്ങനെ എന്താ പറയുക, കുടയ്ക്ക് ഓലക്കുടയൊക്കെ ചൂടി, ശംഖ് പിടിച്ചിട്ട്, പിന്നെ വിളക്ക് പിടിച്ചിട്ട്, അങ്ങനെ ഓരോ ഇതുണ്ട്. പിന്നെ വേറെ ഈ തൂക്ക് വിളക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. ഇത് ഫസ്റ്റ് ആയിട്ട് പോയിട്ട് അതിൻ്റെ ബാക്കിലാണ് ആന അങ്ങനെ വരുന്നത്. ആന അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആൾക്കാരെ കടത്തി വിടുന്നുണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇങ്ങനെ റെഡ് ഇതിൽ എന്താ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, വാളും പരിചയൊക്കെ എന്ന് പറയുന്ന പോലെ നമ്മളില്ലേ, അതേ ഇതിലായിട്ടാണ് ഫസ്റ്റ് കാണുക. അതിൻ്റെ ബാക്കിൽ നമ്പൂരി, അതിൻ്റെ ബാക്കിൽ ആന, അങ്ങനെ ആയിട്ടാട്ടോ. അതിനെ 3 ഭാഗങ്ങൾ നിർത്തിയിട്ട് ആനയെ നിർത്തിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു. അങ്ങനെ എന്താണ് ഭയങ്കര തിരക്ക്. കണ്ടവരിങ്ങനെ കയറിയിട്ട് നിൽക്കുക കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ കയറി നിൽക്കുക. അപ്പോൾ അവർ പറയണ്ട അവിടെ നിൽക്കരുത്, ആൾക്കാരോട് അവിടെ നിന്ന് മേപ്പെട്ട് കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു അനുസരണയേ ഇല്ല. ഇങ്ങനെ നമ്മളെ ഭഗവാനും ദേവി എഴുന്നള്ളിച്ചിട്ട് പോകുമ്പോൾ ചെണ്ടവാദ്യങ്ങളോടെ ഇല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കരുത്, വെള്ളത്തേക്ക് ഇറങ്ങരുത് എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. ഈ കേൾക്കാണ്ട് ഈ ആൾക്കാർ തല്ലുണ്ടാക്കുകയാണ്. ആ സമയത്ത് ഈ കന്നടക്കാരാണ്. അറ്റങ്ങൾക്ക്
ഒരു ഇതും ഇല്ല തോന്നുന്നു. എത്ര പറഞ്ഞിട്ടും അവിടെ നിൽക്കരുത് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ എത്ര ആവശ്യം പറഞ്ഞാൽ അവർ കേൾക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇതായിട്ട് നടക്കണം. അവരെ കുറ്റം പറഞ്ഞല്ല, എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ കുറേ ഇതിൻ്റെ മെയിൻ ആൾക്കാർ പറയുന്നുണ്ട്, അങ്ങനെ നിൽക്കല്ലേ വളണ്ടിയേഴ്സ് പോലെ പോലീസുകാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞ് 2 പ്രാവശ്യം തൊഴുത് ദേവീനെ തൊഴുത് പ്രസാദം കിട്ടി. അങ്ങനെയൊക്കെ വരുമ്പോൾ ആനേനെ കണ്ട് സുനിയേട്ടനും ഞാനും ആനേനെ തൊട്ടു. കയ്യും കാലും വിറച്ചിട്ടേക്ക് ആനയുടെ അടുത്തേക്ക് പോകാനേ പേടി. ഒന്നുകൊണ്ട് തൊട്ട് അതേ സ്പീഡിൽ ഞാൻ കൊണ്ട് ഓടി. അങ്ങനെ ഞങ്ങൾ ശൂലം അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞ് തല ചുറ്റി ശൂലം കുത്തണം. 2 സ്ഥലത്ത് ഞാൻ തലയിൽ ചുറ്റിച്ച് ശൂലം കുത്തി. പിന്നെ വേറൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കാപ്പിയും കുടിച്ചിട്ടോ, നല്ല ചൂട് അടിപൊളി കാപ്പി ഉണ്ടായിരുന്നു. കാപ്പിയും കുടിച്ച് എന്നിട്ടൊക്കെയാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ ഉള്ള അമ്പലങ്ങളും പ്രാർത്ഥിച്ച് പുറത്തെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഓടപ്പൂ വേണം, ഒന്ന് എനിക്ക് കൊണ്ടുപോകാനും ഒന്ന് നാട്ടിൽ തൂക്കാനൊന്നും. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് തൊഴാൻ വേണ്ടി കൊട്ടിയൂർക്ക് കൊണ്ടിട്ട് പോവാണ്. തൊഴുതിട്ട് ഡ്രസ്സ് മാറ്റാണ്ട് തന്നെ പോകണം കേട്ടോ. ആ നനഞ്ഞ ഇറണ്ടുകൊണ്ട് തന്നെയായിട്ട് ഇവിടെയും പോയിട്ട് തൊഴുതതിൻ്റെ ശേഷം നമുക്ക് ഡ്രസ്സ് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൊട്ടിയൂരിന്ന് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് നെയ്പ്പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വരുമ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കോടപ്പൂവും വാങ്ങിച്ചു, മൈപ്പീലി വാങ്ങിച്ച്. അപ്പോൾ അവിടെ നിന്ന് മുളയരി പായസം വിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ മുളയരി പായസം നല്ല വാങ്ങിച്ചാന്ന്. അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചിട്ട് ഇപ്പം എവിടേക്കാണ് പോണത്? അതേ പറശ്ശിനിക്കടവെത്തിക്കും കൂടി പോവാന്ന്. അങ്ങനെ ഇതാ നമ്മൾ ആ റോഡ് പാലം മുറിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഇതിങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തു പറശ്ശിനി. അപ്പോൾ ബോട്ടും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെ അവിടെ ഇതാക്കി നിർത്തിയിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസ് എടുത്ത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. അധികം ക്രൗഡും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കടകളൊക്കെ അടവായിരുന്നു. ഏതൊരു കടയിൽ ഒരാളും മരിച്ചത് കാരണം കൊണ്ട് കടകളിലൊക്കെ അടവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഉള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫോട്ടോസും വീഡിയോസും നടത്തിയില്ല. ഇതാ നമ്മൾ കാലും കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴും മഴ ഇങ്ങനെ ചാറ്റൽ മഴ പോലെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി ഇട്ടിട്ട് അതിന് അമ്മയും ദേവിച്ചൊക്കെ കയ്യും കാലൊക്കെ കഴുകി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പ്രാർത്ഥിച്ചിട്ട് ആ സമയത്ത് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു അമ്പലത്തിലേക്കും കൂടി പോവുകയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, തൃച്ചംബര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവാണ്. ഞാൻ അത് പറഞ്ഞു ഭയങ്കര രസമുള്ള ക്ഷേത്രം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ആ ക്ഷേത്രത്തിൽ പെട്ടെന്ന് ജിജു നമുക്ക് ഇങ്ങനെ പോവാം എന്ന് പറഞ്ഞു, ഇവിടെ ഈ അമ്പലത്തിൽ കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതായത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ കണ്ണൂർക്കൊക്കെ പോകുമ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ആ ഭാഗത്തു കൂടെയാണ് പോവുക. അപ്പം അവിടെ ശ്രീകൃഷ്ണൻ്റെയും ഇതൊന്നും കണ്ടു ഈ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ കണ്ണൻ്റെ അമ്പലമല്ലേ എന്ന് 2-3 കൊല്ലം മുന്നേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിചാരിക്കുന്നതാണ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ ഇപ്രാവശ്യം ജിജു അതേ ആ സ്പോട്ടിലെത്തി ചേച്ചി ഇവിടെ ഇങ്ങനെ ഈ അമ്പലം ഉണ്ട്, നമുക്ക് പോയാലോ മുപ്പരിങ്ങനെ പറഞ്ഞപ്പോൾ സുനിയുടെ പോവാ, ഏതായാലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ണൻ്റെ അമ്പലത്തേക്ക് പോയി. എന്ത് രസമാണ്! ഈ പശുക്കളൊക്കെ ആയിട്ട് അവരെ അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. പശുക്കളൊക്കെ ഉപദ്രവിക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ക്ഷേത്രം. നമ്മളൊരു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പോലെ മോഡലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കണ്ടില്ലേ? വലിയൊരു നടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വലിയ ക്ഷേത്രമാണ്. അവിടെ ദേവിയുണ്ട്, ശിവഭഗവാനുണ്ട്, അയ്യപ്പനുണ്ട്, അമ്പലങ്ങൾ. അപ്പോൾ ഇതാ കുളമാണ്. പിന്നെ ഇവിടെ ദേവി അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ.
ദേവിയുടെ അമ്പലം വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടിട്ടാണ്. കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പ്രവർത്തിച്ച് ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, അപ്പോൾ ഉള്ളിൽ ഫോട്ടോസ് എടുത്തില്ല. ആദ്യം സുനിയേട്ടനും അച്ഛനും കൂടി ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച്, അതിനുശേഷം ഞാനും അമ്മയും ദേവിയച്ചും കൂടിയിട്ട് ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച്, അങ്ങനെയാണ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുറത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള ഭാഗങ്ങളിലുള്ള വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് കണ്ടില്ലേ. ഈ ഇവിടെ എന്താ 2-3 എൻട്രി ഉണ്ട് കേട്ടോ. ഒരു എൻട്രി കൂടി ഞങ്ങൾ വന്നത് നമ്മൾ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ, ചുറ്റും വെള്ളമായിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച്, പിന്നെ അടുത്തത് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെ തന്നെയാണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച്, അതിന് ശേഷം നേരെ ഓപ്പോസിറ്റാണ് ശിവഭഗവാന് ശിവപാർവതി ക്ഷേത്രം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെയും പ്രാർത്ഥിച്ച്, പിന്നെ ഞങ്ങൾ പോയത് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കേട്ടോ. അമ്മ പറയാൻ വാക്കുകളേ ഇല്ല ആ ക്ഷേത്രത്തിന്. ഞാൻ ഒരുപാട് കാലം മുന്നേ ഈ ആരോടോ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെന്ന് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാനും ഇപ്രാവശ്യം ആ ക്ഷേത്രത്തിലേക്ക് കൂടി. അപ്പോൾ ജിജു പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് എന്ന് സുനിയനോട് പറഞ്ഞപ്പോൾ എന്നാൽ പോവാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് 7-8 മണിക്കാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശനമുള്ളത്. അതിൻ്റെ മുന്നേ ആണുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് വരാം. പെണ്ണുങ്ങൾക്ക് 8 മണിക്ക് ശേഷമേ ഉള്ളൂ. അപ്പോൾ അവർ 7:30 ആക്കിയിരിക്കണം, തിരക്ക് കൂടിയത് കാരണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് പോകുന്ന വഴി കേട്ടോ. വഴി 2 ഇതിലുണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അത് കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത്. കുളം കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തി. അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്, ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് അല്ല. അപ്പോൾ പുറത്താണ് ഭയങ്കര തിരക്ക്. ഈ കൊട്ടിയൂർ വന്നാൽ അത്രയും ജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇത് ഗംഗാദേവിയുണ്ട്, ഇവിടെ ഒരു പ്രത്യേക പാർവതി ദേവിയുണ്ട്, ഗംഗാദേവിയുണ്ട്, ഗംഗാദേവിയുണ്ട്. ദേവിമാർ 2 ആളുണ്ട് അവിടെ. മറ്റുള്ള അമ്പലങ്ങളും നമ്മൾ ഗംഗാദേവീനെ കാണാറില്ല. പാർവതി ദേവി ഉണ്ടെങ്കിലും ഗംഗാദേവീനെ കാണാറ്. പക്ഷേ ഈ അമ്പലത്തിൽ ഗംഗാദേവിയും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ് കുറേ ക്യൂ നിന്നിട്ടാ കണ്ട് മനസ്സ് നിറഞ്ഞ് ഭഗവാനെയും ദേവീനെയും എല്ലാം തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് വലിയൊരു ശിവൻ്റെ പ്രതിഷ്ഠ പോലെ ഉണ്ട്. അത് അവിടെ നിന്നിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ കണ്ടേ, ശിവൻ്റെ ഒരു പ്രതിഷ്ഠ പ്രതിമ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ ഒക്കെ ഉണ്ട്. സ്റ്റാച്ചു പോലത്തെയാണ് അത്. ഒരാളിൻ്റെ അടുത്തായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് മനസ്സ് നിറഞ്ഞ് ഇപ്രാവശ്യത്തെ എന്താ പറയുക യാത്ര ഭയങ്കര രസമായിരുന്നു. ആദ്യം ഞങ്ങൾ പഴനി രാമേശ്വരം മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞ് ഇതാ കൊട്ടിയൂർ കാലങ്ങളോളായിട്ടുള്ള കാത്തിരിപ്പിന് അവസാനിച്ച് ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞ ഈ യാത്രയിൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുന്ന വിചാരിക്കുന്നു. താങ്ക് യു.